എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഉണക്കക്കൊഞ്ചുകൊണ്ട് മിക്കവരും ചമ്മന്തി മാത്രമാണല്ലേ അരയ്ക്കാറ്. അപ്പോൾ ഉണക്കക്കൊഞ്ചുകൊണ്ടുള്ള വേറൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഉണക്കക്കൊഞ്ച് മൂപ്പിച്ചതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണക്കക്കൊഞ്ച് പടവലങ്ങ തോരനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1/4 കപ്പ് ഉണക്കക്കൊഞ്ചും ഒരു പടവലങ്ങയാണ് എടുക്കേണ്ടത്. തീരെ ചെറുതായതുകൊണ്ട് ഞാൻ 1.5 പടവലങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരണം. ഉണക്കക്കൊഞ്ചിൻ്റെ തലയും വാലും നമ്മൾ പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് വെള്ളത്തിൽ ഒലിച്ച് കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഇത് അവസാനം ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് വെള്ളം പിടിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പടവലങ്ങ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പുറമൊക്കെ ഒന്ന് ചുരണ്ടി അകത്ത് കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പടവലങ്ങ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ടാണിത് അരിഞ്ഞെടുക്കുന്നത്. പടവലങ്ങ കൂടാതെ നമുക്കൊരു ചെറിയ സവാളയുള്ളി വേണം. അത് ഇതുപോലെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പടവലങ്ങയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്നത് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/3 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4-5 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണിത് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 3 വെളുത്തുള്ളിയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ തോരനൊക്കെ അരച്ചെടുക്കുന്നതാണൊക്കെ, ഒരുപാടങ്ങ് അരയ്ക്കേണ്ട. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പടവലങ്ങ 5 മിനിറ്റ് കൊണ്ടൊന്നും അത്ര പെട്ടെന്നൊന്നും നന്നായിട്ട് കുക്കായി കിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കക്കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ അരപ്പ് അരയ്ക്കുമ്പോൾ പച്ചമുളകിന് പകരം കാന്താരി മുളക് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം നമുക്കിതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ നമുക്കൊരു 8 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉണക്കക്കൊഞ്ചും പടവലങ്ങയും എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തേങ്ങയുടെ ഫ്ലേവറൊക്കെ എല്ലാത്തിലേക്കും പിടിച്ച് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. തുറന്നു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നമുക്കിൻ്റെ വെള്ളമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തോർത്തിയെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അധികം എരിയൊന്നും ഇല്ല. അതുപോലെ തന്നെ ഉണക്കക്കൊഞ്ചായതുകൊണ്ട് കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കക്കൊഞ്ച് പടവലങ്ങ തോരനാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അതുപോലെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് കുറച്ച് പേർക്കൊക്കെ നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.